ഒന്നുമില്ലടോ, തന്റെ ഫ്രണ്ടിന് ഒരു കുഴപ്പമില്ല. ആള് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നേരം പോവാൻ ഞങ്ങൾ ചുമ്മാ ക്യാരംസ് കളിച്ചോണ്ടിരിക്കുക. അതിന്റെ ത്രില്ലിലും ഒഴുകിയിരുന്നിട്ട് അപ്പൊ ഫോൺ എടുക്കാതിരുന്നത്. കൊള്ളാം. ഞാനങ്ങ് പേടിച്ചുപോയി. ഇനി അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ഇവിടെ എന്താ പ്രോബ്ലം? നത്തിങ്. ഇപ്പോ അപ്പോ വളരെ കൂളാ. മറ്റൊന്നിനെ കുറിച്ചും ആള് ചിന്തിക്കുന്നേ ഇല്ല. ആളിപ്പോ ഡെയ്സി ടീച്ചറിന്റെ പെറ്റല്ലേ. രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മളെ വട്ടാക്കല ഇപ്പൊ പ്രധാന പരിപാടി. അതെ, ഇങ്ങനെ പോവാണെങ്കിലേ ഡെയ്സി ടീച്ചർ വിജയങ്ങളുടെയും ഗീതാന്റിയുടെയും കയ്യിൽ നിന്ന് അപ്പൂനെ ദത്തെടുക്കുമെന്ന് തോന്നുന്നു. രണ്ടുപേരും അത്രയ്ക്ക് സെറ്റായ മട്ട. ആ പിന്നെ പറ, എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങള്? ഇവിടെ എന്ത് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് പറയാനാണോ തന്റെ ഫ്രണ്ടിനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരുന്നത്? സോറി, ഞാൻ കാരണം നിങ്ങളുടെ ഗെയിം മുടങ്ങിയല്ലേ. ഡോക്ടർ വെച്ചോളൂ. ഏയ്, ആ ഒന്നും സാരമില്ല. ഞാൻ ടീച്ചറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് കളത്തിൽ ഇറക്കിയിട്ടാ പോകുന്നത്. താൻ പറഞ്ഞു. മിസ്റ്റർ ഡോക്ടർ, നിങ്ങൾ എന്ത് ബോർ പരിപാടിയാ കാണിക്കുന്നത്? ഗെയിം ഫിനിഷ് ചെയ്യാതെ ഇവിടെ വന്ന് ഫോണിൽ പഞ്ചാരടിച്ചോണ്ടിരിക്കുക. എടോ, ഇത് തന്റെ ഫ്രണ്ടാ. തന്നെ വിളിച്ചിട്ട് എടുക്കാത്തോണ്ടല്ലേ മാളവിക എന്നെ വിളിച്ചത്. ആണോ? എങ്കിൽ ഫോൺ തന്നെ ഇപ്പം ഞാൻ ശരിയാക്കി തരാം. ഹലോ, എന്താ വെച്ചാ നിന്റെ പ്രശ്നം? അപ്പോ അത് നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ആഹാ, ഞാൻ എടുത്തില്ലെങ്കിൽ ഉടനെ അതിന് ഡോക്ടറെ വിളിച്ച് ശല്യപ്പെടുത്തണമെന്നുണ്ടോ? അതെ, ഇവിടെ ഒരു സീരിയസ് മാച്ച് നടന്നുകൊണ്ടിരിക്കുക. നീ വെറുതെ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ കളയാതെ ഫോൺ വെച്ചിട്ട് പോയേ. ഞാൻ നിന്നെ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ഇപ്പൊ സംഗതി ഓക്കെ ഇല്ലേ? വാ, ഇന്ന് ബാറ്റിൽ ആര് ജയിക്കുന്നത് നമുക്ക് നോക്കണമല്ലോ. ബിപി, അപ്പുനെ കുറിച്ച് ഓർത്താണെങ്കിൽ ടെൻഷൻ ആവണ്ട. അവൾ സേഫായിട്ട് ഒരിടത്തുണ്ട്. ഡെയ്സിയുടെ വീട്ടിൽ അല്ലേ? ഡെയ്സി വിളിച്ചിരുന്നു അല്ലേ? ഡെയ്സിയോ ജോബിനോ വിളിക്കാതെ തന്നെ ഞാൻ ഊഹിച്ചു അപ്പൂനെ താൻ അവരുടെ അടുത്തേക്കായിരിക്കും പറഞ്ഞു വിട്ടതെന്ന്. ഇല്ലെങ്കിൽ ഇത്ര സമാധാനത്തോടെ താൻ ഇവിടെ കഴിയില്ലല്ലോ. ബിപിക്ക് തെറ്റി. ഞാനായിട്ട് അവളെ എങ്ങോട്ടും പറഞ്ഞു വിട്ടതല്ല. ഈ വീട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ അവളെ പറഞ്ഞു വിട്ടത് അങ്ങനൊരു രക്ഷാമാർഗം കണ്ടിട്ടുമല്ല. എന്നിട്ടും എൻ്റെ കുഞ്ഞിനെ ഈശ്വരനായിട്ട് തന്നെ സുരക്ഷിതമായൊരു സ്ഥലത്തെത്തിച്ചു. ഇപ്പോൾ അവളവിടെ വളരെ ഹാപ്പിയാണ്, മറ്റെവിടത്തേക്കാളും. ഗീത, അവളവിടെ ഹാപ്പി ആയിരിക്കും, ഞാനും സമ്മതിക്കുന്നു. പക്ഷെ എത്ര നാൾ അവൾക്ക് അവിടെ നിൽക്കാൻ കഴിയും? അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. എത്ര ദിവസത്തേക്കാണെങ്കിലും അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ തങ്ങാൻ പറ്റുന്ന അത്രയും നാളെങ്കിലും എൻ്റെ മോക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാമല്ലോ. അവളെ ജീവനെടുക്കാൻ ആരും മുതിരില്ല എന്ന ധൈര്യത്തോടെ ജീവിക്കാമല്ലോ. അത്രയും ആശ്വാസത്തോടെ എനിക്കിവിടെ കഴിയാമല്ലോ. എന്നെ സംബന്ധിച്ച് ഡെയ്സി മോനും ഇപ്പോൾ കാണിക്കുന്ന കരുണയും സ്നേഹവും വിലമതിക്കാനാവാത്തതാണ്. ശരിയാണ്. ആരെയും പേടിക്കാതെ തൻ്റെ മോൾക്ക്, തൻ്റെ മാത്രം മോൾക്ക് അവിടെ കഴിയാം. പക്ഷെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, കഴിഞ്ഞ ദിവസം താൻ വളരെ അഹങ്കാരത്തോടെ പറഞ്ഞല്ലോ ഇനി തൻ്റെ മോൾക്ക് ജീവിക്കാൻ വിപിയുടെ മോളാണെന്നുള്ള ലേബൽ വേണ്ടാന്ന്.
വിജയ് പണിക്കർ എന്ന ക്ലാസ്മേറ്റിന്റെ മകളായതുകൊണ്ടാണ് ആ വീട്ടിൽ തന്റെ മോൾക്ക് അഭയം കിട്ടിയത്. ഇനിയും തനിക്ക് വാദിക്കാം, ആ ഔദാര്യം അപ്പുവിന് ആവശ്യമില്ല, കൂട്ടുകാരുടെ മകൾക്ക് വേണ്ടിയാണ് ഡേസി ആ സൗജന്യം ചെയ്തതെന്ന്. പക്ഷെ ആ കൂട്ടുകാരി വിജയ് പണിക്കരുടെ ഭാര്യ ആയതുകൊണ്ട് കൂടിയാണ് ഡേസി അതിന് തയ്യാറായത്. വിലാസവും ലേബലും അപ്പോഴും വിജയ് പണിക്കർ എന്ന VP-യുടെ തന്നെയാണ്. അല്ല ഗീത? പറഞ്ഞു വരുന്നതിന്റെ ധ്വനി എനിക്ക് മനസ്സിലായി VP. ആ ലേബൽ എൻ്റെ മോളായിട്ട് ഉപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളായിട്ട് അത് ഉപേക്ഷിക്കുമെന്ന് അല്ലേ? ആയിക്കോളൂ. ഒരു വഴി അടയുമ്പോൾ ഗതികെട്ടവരുടെ മുന്നിൽ ഈശ്വരനായിട്ട് ഏതെങ്കിലും ഒരു വഴി മുന്നിൽ തുറന്നിടാതിരിക്കില്ല. എൻ്റെ കുഞ്ഞിന് ആ സൗജന്യം മാത്രം മതി. അറിയാതെയെങ്കിലും പ്രതീക്ഷിച്ചു അപ്പു സേഫായിട്ടിരിക്കുന്നു എന്നറിയുമ്പോൾ ആശ്വാസത്തിന്റെ ഒരു കണികയെങ്കിലും നിങ്ങളുടെ മുഖത്തുണ്ടാവുമെന്ന്. പക്ഷെ നിരാശപ്പെടേണ്ടി വന്നു എനിക്ക്. പകരം അവൾ ഇപ്പോഴും സുരക്ഷിതയാണെന്ന് അറിയുമ്പോൾ അസ്വസ്ഥതയാ നിങ്ങളിൽ ഞാൻ കാണുന്നത്. യെസ്, യു ആർ റൈറ്റ്. അസ്വസ്ഥനാണ് ഞാൻ. മരണം വരെ എന്നെ അലട്ടുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ഐഡന്റിറ്റിയുമായിട്ടാണ് അവൾ ജീവിക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ ആത്മാഭിമാനമുള്ള ഏതൊരു അച്ഛനൊന്നും അസ്വസ്ഥനായി പോവും. മറ്റുള്ളവരുടെ കാര്യം വിട്ടേക്ക്, ഞാൻ അങ്ങനെ തന്നെയാണ്. ഒരു സംശയം ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞ് ജന്മന ഒരു അന്ധയായിരുന്നെങ്കിൽ, ഒരു ബദിരയോ മൂകയോ വികലാംഗയായിരുന്നെങ്കിൽ അപ്പോഴും VP-യുടെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെ ആയിരിക്കുമോ? അത്ര ഹൃദയശൂന്യ ഒരാളാണ് VP എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അതൊരു കുറവേ അല്ലെന്നറിഞ്ഞ് മക്കളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യം അക്സെപ്റ്റ് ചെയ്തുകൂടാ? അത് രണ്ടും രണ്ടാണ്. എങ്ങനെ? ഏതർത്ഥത്തില്? സോറി, തർക്കിച്ച് ജയിക്കാൻ അമ്മയെ മകൾ നല്ലപോലെ പ്രാപ്തിയാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അപ്പോൾ ഒരു പുരുഷന്റെ കപട ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനോട് എനിക്ക് പൊരുത്തപ്പെടാനാവില്ല. അതൊരു കപട ഐഡന്റിറ്റി ആണെന്ന് VP-ക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? പ്രകൃതിയുടെ നിയമങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കത് ഉറപ്പിച്ച് പറയാനും കഴിയും. അപൂർവ എന്ന പെൺകുട്ടിയുടെ അച്ഛനാ ഞാൻ. ഞാൻ ജീവിച്ചിരിക്കെ അവളൊരു പുരുഷനായി സങ്കല്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ നീതിബോധം അതിനനുവദിക്കില്ല. ഇതിലപ്പുറം എനിക്കൊന്നും പറയാനുമില്ല. ആ മോൾ എത്തിയോ? ഇങ്ങനൊരാള് കാണാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം ജോ വിളിച്ചു പറഞ്ഞായിരുന്നു. അത് പിന്നെ കോളേജിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്നൊരു സ്ട്രൈക്ക് നടന്നു. അപ്പൊ ഇവിടം വരെ വന്ന് അപ്പൂനൊന്ന് കണ്ടിട്ട് പോവാലോന്ന് കരുതി. അതേതായാലും നന്നായി. നീ വന്നൂന്നറിഞ്ഞാൽ അപ്പൂന് ഭയങ്കര സന്തോഷമാവും. വാ. മോള് വരുന്ന കാര്യം ഞാൻ അപ്പൂനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അവൾക്കിതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പൂനിപ്പോ എങ്ങനെയുണ്ട് ആന്റി? അവൾക്കിപ്പോ ഒരു കുഴപ്പമില്ല. നല്ല മിടുക്കിയായിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ വന്നപ്പോഴുള്ള വിഷമവും ടെൻഷനും ഒക്കെ ഏറെക്കുറെ മാറിയെന്ന് തന്നെ പറയാം. ഇന്നലെ ഗീത വന്നിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ പാവത്തിന് നല്ല വിഷമമുണ്ട്. ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ നടന്നതൊന്നും. അപ്പോ ഇവിടെയാണല്ലോ എന്നുള്ള സമാധാനത്തിലാ ഗീത തിരിച്ചു പോയത്. ആന്റി വന്നപ്പോ അപ്പൂന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവൾക്ക് പിണക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പുവിനെ ഫേസ് ചെയ്യാൻ ഗീതയ്ക്കായിരുന്നു സങ്കടം. പക്ഷേ അപ്പു വളരെ കൂളായിട്ട് തന്നെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. വിജയുടെ മുന്നിൽ എല്ലാം മറച്ചുവെച്ച് ഗീതയ്ക്കും അപ്പുവിനും ഒരുപാട് നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് എനിക്കപ്പോഴേ തോന്നിയിരുന്നു. ഞാൻ ആ കാര്യം ജോബിനോട് പറയുകയും ചെയ്തതാ. ഒരു പൊട്ടിത്തെറി
എപ്പോ വേണമെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ. പക്ഷേ അത് ഇത്രത്തോളം ഭീകരമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും അരുതാത്തതൊന്നും സംഭവിക്കാതെ ദൈവം നമ്മളെ കാത്തു. ഈശ്വരന്റെ തീരുമാനങ്ങളെ നമുക്കായിട്ട് തിരുത്താൻ പറ്റില്ലല്ലോ കുട്ടി. ആയുസിന്റെ പുസ്തകത്തിൽ അവൻ വരച്ചിട്ട കണക്കുകൾ നമ്മൾ അനുസരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഗീതയ്ക്ക് ആ വിഷക്കുപ്പി കണ്ണിൽപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അപ്പുവിന്റെ മുന്നിലേക്ക് ജോബിൻ ആ സമയത്ത് എത്തിയതും ദൈവകൽപ്പനയാ. ശരിയാ ആന്റി, എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. ഡോക്ടർ ആ സമയത്ത് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ അപ്പു ചിലപ്പോ... ജോബിനും അത് പറഞ്ഞിരുന്നു. ഏതായാലും ആ അധ്യായം അങ്ങനെ കഴിഞ്ഞല്ലോ. ഇപ്പൊ ആ ഷോക്കിൽ നിന്നൊക്കെ അപ്പു ഒരുവിധം റിക്കവറായി വന്നിട്ടുണ്ട്. ഞാനും ജോബിനും അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുന്നുമുണ്ട്. അവളെ ഇങ്ങനെ തനിച്ചിരുത്തുന്നതിൽ ജോബിന് തീരെ താല്പര്യമില്ല. 2-3 ദിവസം കൂടി കഴിഞ്ഞ് നിന്റെ കൂടെ അപ്പൂനെയും കോളേജിലേക്ക് വിടാനുള്ള ശ്രമത്തിലാ ഞാൻ. അതിനപ്പു സമ്മതിച്ചോ? ഇല്ല, ആ കാര്യം ഇതുവരെ ഞാൻ അവളോട് പറഞ്ഞു തുടങ്ങിയില്ല. സാവധാനമാകാന്ന് വെച്ചു. എന്തായാലും മോൾ ഇന്ന് വന്നത് നന്നായി. സംസാരത്തിന്റെ കൂട്ടത്തിൽ മാളു തന്നെ അവളോട് ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ചു നോക്ക്. എന്താ പറയുന്നറിയാലോ. ഞാനെന്നാ അപ്പൂനൊന്ന് കണ്ടിട്ട് വരാം. എവിടെയാ അവള്? രാവിലെ ഒരു പുസ്തകവുമായി ബാൽക്കണിയിലോട്ട് കയറിയിട്ടുണ്ട്. മോള് ചെല്ല്. നീ എപ്പോ വന്നു? എത്തിയിട്ട് കുറച്ച് സമയമായി. ഇവിടെ ഒരാള് സംഗീതത്തിൽ സ്വയം മറന്നിരിക്കുന്നത് കണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ആ, നിന്റെ ഫേവറേറ്റ് മെലഡീസ് ആയിരിക്കും അല്ലേ? കുറച്ചുനാളായി അതൊക്കെ ഇത്ര സമാധാനത്തോടെ ഒന്ന് കേട്ടിട്ട്. നീ എന്താ വന്ന്? ആഹാ, അത് കൊള്ളാലോ. ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്കറിയില്ല? അത് ശരി. അപ്പൊ നിന്നെ കാണാൻ വന്ന ഞാൻ വെറും ഫൂളായി അല്ലേ? വന്നത് എന്നെ കാണാൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ലല്ലോ. അതെന്താ ഉറപ്പിച്ചു പറയാൻ പറ്റാത്തത്? അല്ല, എന്നെ കാണാൻ വേണ്ടി മാത്രമായിരിക്കില്ല നീ വന്നേന്ന് ഊഹിക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ദേ അപ്പോ, നീ അങ്ങനെ ഒരുപാടങ്ങ് ഊഹിച്ചെടുക്കണ്ട കേട്ടോ. വന്നത് നിന്നെ കാണാൻ തന്നെയാ. നിനക്കിപ്പോ എന്നെ വേണ്ടെന്ന് കരുതി എനിക്ക് നിന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. പറ, എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങൾ? എന്ത് വിശേഷം? എന്റെ വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഭാഗ്യം കൊണ്ടാ അന്ന് ആർക്കൊന്നും സംഭവിക്കാതിരുന്നത്. VP അങ്കിൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേയില്ല. പക്ഷെ ഞാനിത് പ്രതീക്ഷിച്ചതാ മാളു. VPയുടെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിൽ എനിക്ക് എന്തൊക്കെയോ ഡൗട്ട് ഫീൽ ചെയ്തത്. പക്ഷേ ഒറ്റയടിക്ക് എല്ലാവരെയും തീർക്കാനുള്ള തീരുമാനം VPയിൽ നിന്ന് ഇത്ര തിടുക്കത്തിലുണ്ടാവുമെന്ന് കരുതിയില്ല. ഒന്നാലോചിച്ച ഒരു പരിധിക്കപ്പുറം അതില് VPയെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ഞാനും അമ്മയും കൂടി ആ പാവത്തിനെ അത്രക്കിട്ട് വട്ട് കളിപ്പിച്ചു. ഒക്കെ ഞങ്ങളുടെ തട്ടിപ്പ് പരിപാടിയാണെന്ന് മനസ്സിലാക്കിയപ്പോ VPക്ക് പിന്നെ ദേഷ്യം വരാതിരിക്കുമോ? എന്നാ പിന്നെ എല്ലാരും കൂടി ഒരുമിച്ചങ്ങ് തീർത്തേക്കാന്ന് കരുതി കാണും. ഇതൊക്കെ ഇത്ര സിമ്പിളായിട്ട് എടുക്കാൻ നിന്നെ കൊണ്ട് എങ്ങനെ കഴിയുന്നപ്പോ? ഡോക്ടർ ഇത് പറഞ്ഞപ്പോഴുള്ള ഞെട്ടല് ഇപ്പോഴും മാറിയിട്ടില്ല എനിക്ക്. പേടിയല്ല മാളു, ഇപ്പൊ ഒരു തരത്തിൽ പറഞ്ഞ എനിക്ക് വലിയ ആശ്വാസ തോന്നുന്നത്. ഇവിടേക്ക് വന്നത് പിന്നെ എല്ലാത്തിൽ നിന്നും മനസ്സുകൊണ്ടൊന്ന് ഫ്രീ ആയതുപോലെ. നീ കണ്ടില്ലേ, എനിക്കിപ്പോ എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡോക്ടറും ഡേസി ആന്റിയും എനിക്ക് അത്ര നല്ല സപ്പോർട്ടാ തരുന്നത്. അച്ഛൻ്റെ സംശയം ബാക്കി നിൽക്കുന്ന ചോദ്യങ്ങളെ പേടിക്കണ്ട.
ഗീതമ്മയുടെ സങ്കടം കാണണ്ട. ബിപിയുടെ മുമ്പിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പാടുപെടണ്ട. അങ്ങനെ എല്ലാത്തിൽ നിന്നും ഫുൾ ഫ്രീ ആയതുപോലെ. പക്ഷേ ഈ സമാധാനവും സന്തോഷവും ഒക്കെ എത്ര നാളെന്ന് വെച്ചാപ്പോ ഇന്ന് നിനക്കിവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതെന്താ പറ്റാത്ത? ഞാനിവിടെ നിൽക്കുന്നുണ്ട് ആന്റിക്കും ഡോക്ടർക്കും എതിർപ്പൊന്നുമില്ല. എതിർപ്പില്ലെന്ന് മാത്രമല്ല, അവർക്കതിൽ സന്തോഷമേ ഉള്ളു താനും. ഞാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഇവിടെ നിൽക്കാന്നാ ഡേസി ആന്റി എന്നോട് തുറന്നു പറഞ്ഞത്. അവരങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഇനിയുള്ള കാലം മുഴുവൻ നിനക്ക് ആ ഓഫർ സ്വീകരിച്ച് ഇവിടെ നിൽക്കാൻ കഴിയൂ? എപ്പോഴായാലും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോവാനുള്ളതല്ലേ. അങ്ങനെ മടങ്ങിപ്പോണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ആ നാടകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ഞാൻ. ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കോ? എനിക്കെന്ത് പ്രശ്നം? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്റെ സംസാരം കേട്ടപ്പോ അങ്ങനെ തോന്നി. ഒന്ന് പോവാപ്പോ. ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. നീ വിചാരിക്കുന്നുണ്ടാവും ബിപി അമ്മയൊക്കെ പിരിയുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ലെന്ന്. ശരിക്കും ഞാൻ അവരെ മിസ് ചെയ്യും. പക്ഷെ എന്നെ കാണുന്നത് അവർക്ക് എന്നും ഒരു സങ്കടമായിരിക്കുമാണോ? അറിയാതെയെങ്കിലും എൻ്റെ ആബ്സെൻസാ അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. എനിക്കതറിയാം. വരൂ വിജയ്. ഇരിക്കൂ. സത്യത്തിൽ വിജയുടെ ഈ വരവ് കുറച്ചുകൂടെ നേരത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഗീത അപ്പൂനെ അവിടെ നിന്ന് ഇറക്കി വിട്ട അന്ന് രാത്രിയില് അവളെ അന്വേഷിച്ച് വിപി ഇവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അപ്പോഴും ഇപ്പോഴും. ഓ, അത് ശരിയാണല്ലോ. അങ്ങനെ മകളെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ലായിരുന്നല്ലോ. ഓ, അത് ഞാൻ മറന്നു. വിജയ്, തനിക്ക് ശരിക്കും എന്താ പറ്റിയത്? നിങ്ങളെപ്പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്നും പ്രവർത്തിക്കുമെന്നും സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല. ജോബിൻ അന്ന് അപ്പൂനെയും കൂട്ടി ഇവിടെ എത്തി സംഭവിച്ചതെല്ലാം വിവരിച്ചപ്പോ ഞാനാകെ ഷോക്ക്ഡായിപ്പോയി. സത്യം പറഞ്ഞാൽ ആ നിമിഷം വിജയ് എന്റെ മുന്നിൽ കിട്ടിയിരുന്നെങ്കിൽ നിലവിട്ട് ഞാൻ വല്ലതും ചെയ്തു പോകുമായിരുന്നു. അത്രയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നിപ്പോയി തന്നോട്. എന്താ വിജയ് താൻ ഇങ്ങനൊക്കെ? ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഡേസി. എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. വിപി എന്ന അച്ഛനും ഭർത്താവിനും അധ്യാപകനും ഒരിക്കലും പരിചയമില്ലാത്ത പാഠങ്ങളായിരുന്നു ഇതൊക്കെ. പക്ഷേ എന്റെ ഭാര്യയും മകളും കൂടി ആ പാഠങ്ങളൊക്കെ എന്നെ നന്നായി പഠിപ്പിച്ചു. പരിശീലനത്തിൽ പറ്റിയ കുറവുണ്ടാവാം ആദ്യത്തെ പരീക്ഷ തോറ്റുപോയത്. അത് ശരി, ഇപ്പോഴും കുറ്റം അവർക്കാണല്ലേ? പരിശീലനം ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് പരീക്ഷ വീണ്ടും പാസ്സാകാനുള്ള ഉദ്ദേശം വല്ലതും ഉണ്ടോ? കഷ്ടമാണ് വിജയ്. ഒരിക്കലും തന്നെ പോലെ ഒരാളിൽ നിന്ന് ഞാൻ ഇങ്ങനൊരു ക്രൂരത പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോഴും താൻ അത് ചെയ്തുന്ന് വിശ്വസിക്കാനും എനിക്ക് പറ്റുന്നില്ല. പറ്റണം ഡേസി, തനിക്കതിന് കഴിയണം. ഞാൻ തന്നെ അത് ചെയ്തത്. മകളെയും ഭാര്യയും വിഷം കൊടുത്ത് കൊന്ന് ശേഷിക്കുന്ന കാലം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനല്ല ഞാൻ ശ്രമിച്ചത്. അവരോടൊപ്പം സ്വയം ഇല്ലാതാകാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. മരണത്തിലും ഭാര്യയും മകളെ ഒപ്പം കൂട്ടി അവരോട് നീതി പുലർത്താനായിരുന്നു ഞാൻ ശ്രമിച്ചത്. അത് അത്ര വലിയ ക്രൂരതയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും നാണം കെട്ടിങ്ങനെ ജീവിക്കുന്നതിലും ഭേദം തിരഞ്ഞെടുത്ത ആ വഴി തന്നെയായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് കേൾക്കണ്ട. ഇത് പറയാനാണ് താൻ ഇങ്ങോട്ട് വന്നത്? അല്ല, പറയാൻ ഉദ്ദേശിച്ചു വന്നത് മറ്റു ചില കാര്യങ്ങളാ. പണ്ടത്തെ ക്ലാസ്മേറ്റിന്റെ മകളോട് കാണിക്കുന്ന ഈ സ്നേഹവും പരിഗണനയും ഒന്ന് അവസാനിപ്പിച്ച നന്നായിരുന്നു.